ഗൈസ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ലെറ്റ്സ് ടോക്ക് മോർ ടെക്. എന്തായാലും നമുക്ക് അടുത്തൊരു കുഞ്ഞൻ ഐറ്റം കൂടെ വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു സീരീസ് പോലെ കൊണ്ടുപോവാണ്. ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള 1-2 സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് അൺബോക്സിങ്ങിന് മുന്നേ കാണിച്ചു തന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ടാവും. അതേപോലെ M4 എയറിൻ്റെ ഒരു 1 മന്തിൻ്റെ യൂസർ എക്സ്പീരിയൻസും ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ഓൾറെഡി ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാനും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ടോപ്പിക്. ഈ ഒരു ഐറ്റം ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് S23 ആണോ 4 ആണോ 5 ആണോ എന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ, ഞാൻ തന്നെ പറഞ്ഞുതരാം. ദിസ് ഇസ് S24 Ultra. അപ്പം നമുക്ക് ഏതായാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന 2 ഐറ്റംസും അൺബോക്സ് ചെയ്യാൻ പറ്റില്ല, ഓപ്പൺ ബോക്സ് ഡെലിവറി ഉണ്ട്. അപ്പം ഇതിൽ ഞാൻ ആ പകരം കിട്ടും. ഇതിൽ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ എക്സ്പീരിയൻസ് കിട്ടും. ആപ്പിളിൽ അത്ര ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ അൺബോക്സ് ചെയ്യുന്നത്. അപ്പം നമുക്കിത് എങ്ങനെയുണ്ട് നോക്കാം. ഇതിൻ്റെ ASMR കിട്ടുമോ നോക്കട്ടെ. One down, 2 down. അത്രയേ ഉള്ളൂ തോന്നുന്നു. യെസ്, ഇല്ലയോ ഇങ്ങനെ തന്നെയാണോ? ഫസ്റ്റ് ആയിട്ടാണ് സാംസങ് എക്സ്പീരിയൻസ്. ദേ നമ്മുടെ യമണ്ടൻ ഐറ്റം എത്തിയിട്ടുണ്ട്. സാംസങ് ഗാലക്സി S24 Ultra. യെസ്, ദ ഫോൺ ഈസ് ഹിയർ. ആൻഡ് നമുക്കിത് പീൽ ഓഫ് ചെയ്യാം. ഇതിൻ്റെ ASMR കിട്ടും. ഇവിടെ നിന്ന് തിരിച്ചെടുത്ത് നോക്കാം. യെസ്, ഇത് എൻട്രി ലെവൽ ASMR ആട്ടോ. ഇതേ നമ്മുടെ ഐറ്റം. ഇത് കാണുമ്പോൾ തന്നെ ഒരു സ്റ്റൈലിഷ് ഡിസൈന്, സൈഡിലുള്ള ഒരു ഫ്രെയിമും അതേപോലെ തന്നെ ഇൻ ഹാൻഡ് ഫീലും. പക്ഷെ ബൾക്കിയാണ്, സ്റ്റിൽ അതിൻ്റെ ആ ഒരു ഫിനിഷും കാര്യങ്ങളും ഗ്ലേസും കാണുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫീൽ കിട്ടും. പിന്നെ എസ്പെഷ്യലി S Pen, നമ്മുടെ മെയിൻ ഐറ്റം. ഇപ്പോൾ S25 നമ്മൾ ലാക്ക് ചെയ്യുന്നതിൻ്റെ ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലെല്ലാം വരുന്ന ഐറ്റമാണ്. നമുക്ക് പുറമെ നോക്കുകയാണെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് ഡിസൈനാണ് മേലെയും താഴെയും വരുന്നത്. താഴെ നമുക്ക് C-type ചാർജിങ് പോർട്ട് വരുന്നുണ്ട്, സിം ട്രേ വരുന്നുണ്ട്, മൈക്ക് വരുന്നുണ്ട്. തിങ്ക് ദിസ് ഇസ് സ്പീക്കർ. ആൻഡ് ഈ സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് പവർ ബട്ടൺ ഉണ്ട്, വോളിയം റോക്കേഴ്സ് ഉണ്ട്. പിന്നെ അതേപോലെ ടോപ്പിന് നമുക്ക് 2 മൈക്ക് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ വരുന്ന സമയത്ത് 4 ക്യാമറ അലൈൻമെന്റ് ആണ് വരുന്നത്. ഒരു മെയിൻ ക്യാമറ 200 മെഗാ പിക്സലിന്റെ വൈഡ് ക്യാമറയാണത്. 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, 10 മെഗാ പിക്സലിന്റെ 3x ഒപ്റ്റിക്കൽ സൂം വരുന്നത്, 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ. ഫ്രണ്ടിലാണെങ്കിൽ ഇതേപോലെ ഒരു ക്യാമറയാണ് വരുന്നത്. സോ സ്മഡ്ജസ് ഒക്കെ വരുന്നുണ്ടോ? സ്മഡ്ജസ് ഉണ്ട് അത്യാവശ്യം. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഇതിന്റെ കളർ ഏതായിരുന്നു? സ്മാർട്ട് ഫോൺ ഗാലക്സി വയലറ്റ് 12GB 256 വേരിയൻ്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 200 MP ക്യാമറ വിത്ത് AI. സോ നമുക്കിതിൻ്റെ ബോക്സിൽ വേറെ എന്തൊക്കെ ഉണ്ട് നോക്കാം. ബോക്സിൽ നമുക്ക് എന്താ സിം എജക്റ്റിംഗ് ടൂൾ മാത്രമേ ഉള്ളൂ ഇതിൽ കാര്യമായിട്ട്. എല്ലാവരും തന്നെ അതെ ബ്രൈഡഡ് ചാർജിങ് കേബിൾ ഉണ്ട്. ദിസ് വൺ ഐ മിസ്. ഇത് നമുക്ക് C-to-C കേബിളാണ് വരുന്നത്. ഐഫോണിൻ്റെ പോലെ നമുക്ക് ബ്രൈഡഡ് ആയിട്ടുള്ള ഒരു കേബിളല്ല, നോർമൽ ഒരു കേബിൾ തന്നെയാണ്. എന്നാലും ക്വാളിറ്റി ഉള്ള കേബിൾ തന്നെയാണ് കേട്ടോ. ഇത്രയും കാശ് കൊടുത്ത് മേടിക്കാൻ അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ ബോക്സിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കാലിയാണ് ഗൈസ്. അഡാപ്റ്റർ ഒന്നും തരില്ല, നമ്മൾ ഇത്ര ചോദിച്ചാലും കാര്യമില്ല. സോ നമുക്കിത് ഏതായാലും ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ദ S Pen ഈസ് ദ മേജർ അട്രാക്ഷൻ. നമുക്ക് ഏതായാലും ഇത് സ്വിച്ച് ഓൺ ചെയ്യാം. ഇത് സ്വിച്ച് ഓൺ ആവുന്നുണ്ടോ? സ്റ്റേറ്റിംഗ് ടൈം. യെസ്, സാംസങ്. ഓക്കെ, സെക്യൂർഡ് ബൈ നോക്സ്. ഡിസ്പ്ലേ ഒന്നും പ്രശ്നങ്ങളില്ലായിരിക്കും അല്ലേ? കിട്ടുമ്പോൾ തന്നെ ഗ്രീൻ ലൈൻ വീണുള്ള അവസ്ഥ ആലോചിച്ച്. പവർഡ് ബൈ ആൻഡ്രോയിഡ് ആൻഡ് ദ ഫോൺ ഇസ് ബൂട്ടിങ്. ഹ്യൂജ് ഡിസ്പ്ലേ ആണ് ഗൈസ്. ഞാൻ ഉപയോഗിക്കുന്ന ഫോണ് വന്നിട്ട് iPhone 13 ആണ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹ്യൂജ് ഡിസ്പ്ലേ ആണ്. ഓക്കെ, മാക്സിമം ആൻഡ്രോയിഡ് ഈ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്യാനുണ്ട്. ഫിനിഷ്. യെസ്, ദ ഫോൺ ഈസ് അറ്റ് ലാസ്റ്റ്. തുറന്നാടെ മെസ്സേജ് ഒന്നല്ലോ.
ഓക്കെ, ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഫുൾ ബ്രൈറ്റ്നസ് ഇട്ട് കാണിച്ചത്. ഫുൾ ബ്രൈറ്റ്നസ് ഇടുമ്പോൾ റെഡ് ലൈറ്റ് ഒക്കെ എത്തുന്നത്. ഫുൾ ബ്രൈറ്റ്നസ് LTPO AMOLED 2X ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് തൽക്കാലം യൂട്യൂബ് ഒന്ന് ലോഡ് ചെയ്ത് നോക്കാം. ഡിസ്പ്ലേ കണ്ടൊരു പകച്ചു നിന്ന് ഇതേ ഇത്രയും വൈഡായിട്ടുള്ള ഒരു ഡിസ്പ്ലേ നമുക്കൊരു ടാബിൻ്റെ ഒന്നും ആവശ്യമില്ല. ഭയങ്കര ഇമ്മേഴ്സീവ് ആയിട്ടുള്ള കളേഴ്സ്, ഭയങ്കര വൈബ്രൻറ്റ് പഞ്ചി കളേഴ്സ്, അതേപോലെ തന്നെ ഡീപ്പായിട്ടുള്ള ബ്ലാക്ക് എല്ലാം. വെച്ചാൽ നമുക്ക് ഒരു ഭയങ്കര ഒരു ലൈഫുള്ളൊരു ഇമേജ് അല്ലെങ്കിൽ ഒരു വീഡിയോ കാണുന്ന പോലെ. പിന്നെ നമുക്ക് മെയിൻ അട്രാക്ഷൻ ദേ വരുന്ന എസ് പെന്ന് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ ഉപയോഗിക്കാം. ദേ ഇവിടെ പോപ്പ് വന്നിട്ടുണ്ട്. യെസ്, ടേൺ ഇൻ ടു എ സിമ്പിൾ സ്കെച്ച്. ഓക്കെ, നമുക്ക് സ്കെച്ച് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ സ്കെച്ച് ചെയ്യാം. ഇത് യൂസ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആട്ടോ. എനിക്ക് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. പിന്നെ നോട്ട്സ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യണം. ഇപ്പോൾ തൽക്കാലം സൈൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിലുള്ള കാര്യങ്ങൾ തൽക്കാലം നോക്കാം. ആപ്പ് ഡ്രോ ചെയ്യാനും ക്യാമറ എടുത്ത് കാണിച്ചു തരാം. ക്യാമറ ഇതിൻ്റെ ഫോട്ടോ 10x സൂം അൾട്രാ ലെവൽ സൂമിങ്. അയ്യോ, ക്യാമറ ക്വാളിറ്റി എന്താ പറയുക, ക്യാമറേൻ്റെ കാര്യം പിന്നെ അൾട്രേൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. നമുക്ക് എൻ്റെ സെറ്റപ്പ് ചെയ്യാൻ പിക്ചർ എടുത്ത് തരാം. പിന്നെ വീഡിയോ ആണെങ്കിൽ നമുക്ക് 10x വരെ കിട്ടും, 20x വരെ കിട്ടുന്നുണ്ട് നോർമൽ വീഡിയോ. പിന്നെ ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഇമേജസ് ഉണ്ട്. പിന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ക്യാമറയും പിന്നെ അൾട്രേൻ്റെ ക്യാമറയെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. പോർട്രേറ്റ് ആണെങ്കിൽ നല്ല ബൊക്കേസൊക്കെയാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനലിടാം. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 2600 പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ്. ഡിസ്പ്ലേയെ പറ്റി അധികം പുകഴ്ത്തി പാടേണ്ട ആവശ്യമില്ല. നമ്മൾ ആപ്പിൾ വരെ സാംസങ്ങിന്റെ അടുത്ത് നിന്നാണ് ഡിസ്പ്ലേ മേടിക്കുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കടന്ന് ചിന്തിക്കണ്ട. പിന്നെ 5000 mAh ബാറ്ററിയാണ്. വയേർഡ് ചാർജിങ്ങും വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. വയേർഡ് ചാർജിങ് 45 വാട്ടിന്റെ ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡാണ്. ആപ്പിൾ യൂസേഴ്സിനൊക്കെ നല്ല രീതിയിൽ കണക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ഞാൻ സ്പീഡാണെന്ന് പറയാൻ കാരണം, 5Gയും Wi-Fi 7 ആണ് കണക്ടിവിറ്റി വരുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ S25 ആണ് ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. അതിന്റെ തൊട്ട് മുന്നത്തെ വെർഷൻ ആണ്. അപ്പൊ അത്ര കോമ്പീറ്റ് ലെവലാണ് ഉണ്ടാവുക. പക്ഷെ സ്റ്റിൽ നമുക്ക് 100x സൂമും ക്യാമറേന്റെ പെർഫോമൻസും ഒക്കെ ഇപ്പോഴത്തെ ഐഫോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണുള്ളത്. സോ എന്തായാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഇത് റിവ്യൂ ചെയ്യാൻ തന്നത് എൻ്റെ സ്വന്തം ഫോണല്ല, റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് മേടിച്ചാണ്. സോ അവൻ ഓർഡർ ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓർഡർ ചെയ്തുകൊണ്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ തന്നതാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അവൻ്റെ യൂസർ എക്സ്പീരിയൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് subscribe to this channel. If you like this video, show me in the form of likes and comments. And next ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരായിരിക്കും. Till then, take care. Bye.